അടുത്ത മാസം സ്കാനിങ്ങും പിന്നെന്താ ബ്ലഡ് ടെസ്റ്റൊക്കെ ഉണ്ട് ചെയ്യാൻ. തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് വാങ്ങാൻ പോകണം. പിന്നെ വെയിറ്റുള്ള പണിയൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പം ഇനിയുള്ള പണികളൊക്കെ എനിക്കാണോ ആയിരിക്കും? വെയിറ്റുള്ള പണികളൊക്കെ എടുക്കണ്ടാവില്ല വേറെ? അല്ല, വെയിറ്റുള്ള പണിയൊന്നും അധികം ചെയ്യണ്ട, കുറച്ച് റെസ്റ്റൊക്കെ ഇരിക്കാൻ പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞു, ഏപ്രിൽ വരെ എത്തിക്കണ്ടേ ചോദിച്ചു. ഏപ്രിൽ മാസമാണ് ഡേറ്റ്, ഏപ്രിലാണ് ഡേറ്റ്. അപ്പൊ ഏപ്രിൽ വരെ എത്തിക്കണ്ടേ ചോദിച്ചു. കുറച്ച് നമുക്ക് എന്തായാലും നമുക്ക് ഏപ്രിൽ വരെ നിങ്ങളുടെ ദുആയൊക്കെ വേണം, പ്രാർത്ഥന ദുആയൊക്കെ വേണം. നമ്മുടെ യൂട്യൂബ് ഫാമിലിന്റെ പ്രാർത്ഥനയൊക്കെ കിട്ടണം, ഒരു കേടില്ലാണ്ട് പ്രസവിച്ചിട്ട് വരെ അല്ലേ. പിന്നെന്താ, നമ്മൾ തൈറോയിഡിൻ്റെ റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് BP അതെല്ലാം ചെക്ക് ചെയ്തു. ഷുഗറിന് അടുത്ത മാസം ചെക്ക് ചെയ്യണം. മധുരമൊന്നും കഴിക്കണ്ട. അടുത്ത മാസം സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. മധുരമൊന്നും ഞാൻ കഴിക്കുന്നില്ല, 2-3 കട്ടൻ ചായ കുടിക്കുന്നുള്ളൂ. വെയിറ്റ് 62-നോട് 61. വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്, വെയിറ്റ് കൂടിയിട്ടില്ല. അപ്പം അതും ഡോക്ടർ പറഞ്ഞു. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു ഇന്ന് പോയപ്പോൾ. വീടെത്തി. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, അങ്ങനെ ഇരിക്കണു. ജ്യൂസ് കുടിച്ചു. പിന്നെ കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങി, പച്ചക്കറി വാങ്ങി, സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പൊ നമ്മുടെ വീഡിയോയില് അതെല്ലാം ഇടുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഹലോ ഗൈസ്, ഇന്ന് 7ാം മാസമായിട്ട് ചെക്കപ്പിൽ ഇറങ്ങാൻ പോവുകയാണ്. പാലക്കാട് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പേപ്പർ മരുന്ന് പേപ്പർ ലിസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക ആള്. ഹലോ ഗൈസ്, ഇന്ന് 7ാം മാസമായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഓരോ പേപ്പർ ലിസ്റ്റുകളൊക്കെ എടുക്കുക. ശാരദ നഴ്സിംഗ് ഹോമിലാണ് പാലക്കാട് നോക്കുന്നത്. ഡേറ്റ് കഴിഞ്ഞു, 2-3 ദിവസം മുമ്പ് പോകേണ്ടതാണ്. ഇന്നാണ് പോണത് വൈകി. അപ്പൊ ഇന്ന് പോകാനൊന്നും ഇല്ല, എന്നാലും മുടങ്ങാൻ പറ്റില്ല. രാവിലെ ഭയങ്കര പണികളായിരുന്നു, തിരക്കിലായിരുന്നു. ഫാമിലിന്റെ ഒപ്പം ഒരു ട്രിപ്പ് അടിച്ചു. അടിച്ചതിന്റെ മലമ്പുഴക്കായിരുന്നു ട്രിപ്പ്. ആ ട്രിപ്പിൽ അങ്ങനെ ആളെ ക്ഷീണം വന്നു. ഉറക്കം വരില്ല. അതാ പോയി വരുമ്പോ ഭയങ്കര വെയിലാണ്. 10 മണിയായില്ലേ? 10 മണിയായിപ്പോ ഭയങ്കര വെയിലാണ്. അങ്ങനെ നമ്മൾ 7 മന്തായി ഇങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ 7ാം മാസമായി. ഇനി 2-3 മാസം കൂടി ഉണ്ടാവും ഡെലിവറിക്ക്. അപ്പം നമുക്ക് ഗൈസ് ഇനിയും വീഡിയോയിലേക്ക് വരാം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നഴ്സിംഗ് ഹോമിലേക്ക് എത്തിയിട്ടുണ്ട്, നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്, കാണിക്കാൻ എത്തിയിട്ടുണ്ട്. എണ്ണ അടിക്കാൻ വിചാരിക്കും, പെട്രോൾ ഇല്ലാണ്ട് ഞങ്ങളൊക്കെ ഒരു ലെവലിൽ എത്തിയാണ്. 12 മണി വരെ സമരങ്ങളാണ്. 12 മണി പമ്പ് സമരത്തിലാണ് പറഞ്ഞിട്ട് എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറി. അങ്ങനെയുള്ള എണ്ണയും വെച്ചിട്ട് ശാരദ നഴ്സിംഗ് ഹോമിൽ എത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ, ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റൽ, ശാരദ നഴ്സിംഗ് ഹോം. ഹലോ ഗൈസ്, നമ്മുടെ BP, പൾസ്, വെയിറ്റ്, ടെമ്പറേച്ചറൊക്കെ ടെസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പിന്നെ ഇത് യൂറിൻ ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ടാണ്. ഇനി നമ്മൾ നേരെ ഡോക്ടറെ കാണിക്കാനാണ് പോണത്. ഡോക്ടർ വന്നിട്ടില്ല ഗൈസ്, ഡോക്ടറിനെ വെയിറ്റ് ചെയ്യണം ഞങ്ങൾ. നിങ്ങൾ നല്ല ഗ്ലാമർ അല്ലേ? ആര് കറുപ്പ് പറഞ്ഞു? ഭയങ്കര ഗ്ലാമർ അല്ലേ? ഷർട്ട് ഇട്ടതാണോ? ഒന്നുമില്ല, അത് മനസ്സിൻ്റെ കുറച്ച് വിഷമങ്ങളായിരിക്കും. അതുകൊണ്ടായിരിക്കും അല്ലേ? വിഷമങ്ങൾ കൊണ്ട്
ഫീലിങ്സ് നടക്കുന്നത്. പ്രസവിക്കുന്നത് ഞാനും, വൈറ്റ് ചുമക്കുന്നത് ഞാനും, ഫീലിങ്സ് മൊത്തം എനിക്കാണ് തോന്നുന്നു. ഹലോ, പരശുരാമൻ ഇരിക്കുകയാണ് മരുന്ന് മേടിക്കാൻ വേണ്ടി. വെയിറ്റൊക്കെ കമ്മിയാണ്, ഭയങ്കര ഡയറ്റല്ലായി. ഒരുപാട് വർക്കുകൾ, ഒരുപാട് ഏപ്രിലാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണെന്ന് അറിയില്ല. ഏപ്രിൽ മാസം അപ്പോൾ നമ്മൾ ലൈമും സമയം ഒരുപാടായി ഉച്ചയ്ക്ക് സമയമായപ്പോൾ ജ്യൂസ് കുടിക്കുന്നത് കുറച്ച് ബാഗ്സാണ്. അതിനുണ്ട് ചിക്കനുള്ള ചിക്കൻ വട. ചിക്കൻ വടയല്ലേ? ചിക്കൻ വട ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതും കാത്തിട്ട് ഇരിക്കുകയാണ്. ഭയങ്കര ഫേമസ് ആയ ഒരു കടയാണത് അല്ലേ ഏട്ടാ? വീടെത്തി. റെയിൽവേ കോളനിയിൽ രാവിലെ പുറപ്പെട്ടതാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. ഇപ്പോൾ സമയം 2:45 അപ്പോൾ ഭക്ഷണം കഴിച്ചില്ല. ജ്യൂസും ഇതൊക്കെയാണ് കുടിച്ചിരിക്കുന്നത്. ഭയങ്കര ക്ഷീണിച്ചിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. വയ്യ ക്ഷീണം പറഞ്ഞാൽ ഭയങ്കര വയ്യ. ഞാൻ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ ഒരു ലോട്ടറി എടുത്തില്ല. ഗൈസ് ഒന്ന് ഇരിക്കട്ടെ. ഒരു പാവപ്പെട്ട ഒരാളിങ്ങനെ നിൽക്കും. അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് പോയി എടുത്തു. അങ്ങനെ നമുക്ക് എപ്പോഴാണെന്നാവും അറിയില്ലല്ലോ. നമുക്ക് ഒരു പൈസ കേരള സർക്കാർ ലോട്ടറി അടിക്കുന്നത് റേറ്റ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അടിക്കുകയാണെങ്കിലോ നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ശരി, ലോട്ടറി